ഹലോ ഗായ്സ്. സോ ഇന്ന് എത്ര എന്താന്ന് പറയൂ? 21st August 2025. ഇന്ന് ആ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ സുമുഖ 2 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് പോകുന്ന ദിവസത്തിന്റെ തലേ ദിവസം. ഞാനാണ് ഗൈസ്. അതാണ് സുമുഖ. Going to the Heimatland. ഹോംലാൻഡ്. സോ India. I am coming. ഞങ്ങള് നാളെ ഞാനും പോണ്ട്. ഞാൻ പിന്നെ ഇടക്കിടക്ക് പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷെ ഞാൻ ഇടക്കിടക്ക് നാട്ടിൽ പോറുണ്ട്. 6 മാസം കൂടുമ്പോൾ. അതെ ഇപ്പൊ പോയിട്ട് ഒരു 6-7 മാസം 8 മാസം എന്തിലോട്ടെ. നമ്മുടെ മുദ്ദ എന്താന്ന് വെച്ചാൽ നാളെ ഞങ്ങൾ പോകും. സോ വി ആർ പ്ലാനിങ് ടു ടേക്ക് എ വ്ളോഗ് ഓഫ് ദാറ്റ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ തലേ ദിവസമാണ്. നാളെ ഞങ്ങൾക്ക് ആക്ച്വലി എക്സാം ആണ്. നാളെ ഞങ്ങളുടെ ഷാങ്ങർഷാഫ്റ്റിൻ്റെ ഒരു ക്ലൗസൂർ ഉണ്ട്, ഫസ്റ്റ് പീരീഡ്. അതിന് ശേഷം ഞങ്ങൾക്ക് എത്ര പീരീഡ് ഉണ്ട്? ശേഷം 2 പീരീഡ് ഉള്ളൂ. 2 പീരീഡ് കഴിഞ്ഞാൽ ലാസ്റ്റ് പീരീഡ് ലേൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പഠിക്കുക. 3rd പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ കിട്ടുന്ന PT പീരീഡ് പോലെ ഒരു പീരീഡ് ആണ്. അതെ, PT പീരീഡ് പഠിക്കാനുള്ള പീരീഡ്, പക്ഷെ നമ്മൾ പഠിക്കില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് നാട്ടിൽ പോകണം. അതെ, ഹോളം ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ കൂടെ ട്രിപ്പിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂട്ടുകയാണ്. നമ്മൾ ഈ യാത്ര ഒരുമിച്ച് പോവാണ്. സോ ജേർണി ഫ്രം ഫ്രാങ്ക്ഫurt ടു കൊച്ചി. സോ അപ്പം ജെയിൻ എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ നാളെ പോകുന്നതിനെ പറ്റി ജെയിൻ എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം, പോയി കേട്ടെ എന്നൊക്കെ. അങ്ങനൊന്നും പറയാൻ പാടില്ല. അപ്പൊ നാളെ കാണാം ഗൈസ്. ബൈ. ഞങ്ങൾക്ക് ഇന്ന് കാലത്ത് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾക്ക് ഇന്ന് എക്സാം ആയിരുന്നു. ഇന്നലെ പറഞ്ഞ പോലെ വളരെ 3G ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. എല്ലാവർക്കും എന്താണ് പറയാനുള്ളത്? അതെ, ഉറങ്ങിയിട്ടില്ല, ഒട്ടും ഉറങ്ങിയിട്ടില്ല. വീട്ടുകാരെ വിളിക്കുന്നു, ചോദിക്കുന്നു എന്താണ് മോളെ നിന്നെ ഇങ്ങനെ കാണുന്നത്. അതെ, നമ്മള് വന്ദന അവിടെ ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ കാണുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും? വീട്ടിൽ നമ്മൾ അത് ഇവിടുന്ന് പോകുമ്പോ ഓക്കെ. ഇനി ഞങ്ങള് ഞങ്ങളിലേക്ക് മാത്രം കാണിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. എന്തായാലും അപ്പൊ ഞങ്ങള് ബാക്കി ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം എടുക്കുന്നതായിരിക്കും. ഞങ്ങളുടെ റീല് കാണാത്തൊരു എല്ലാവരും ഞങ്ങളുടെ റീല് കണ്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ. നോ കട്ട്, ലൈൻ കട്ട്. നമ്മള് DM-ൽ പോവുകയാണ് ഗൈസ്. ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പോവുകയാണ്. സുമുഖയും പോവുകയാണ്. ഓവറാണ് അവരെ കൊണ്ടാക്കാൻ പോകാൻ എനിക്ക് സാറില്ല. അതെ, അപ്പൊ നമുക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ പോവുകയാണ്. വിഷമിക്കണം നീ. ഞാൻ സുമുഖ വൈറ്റ് ആൻഡ് ബ്ലൂ 3 പേരും എന്നെ വിട്ട് വിഷമിക്കുകയാണ്. അതെ, ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് നിന്നെ വിട്ട് പോണേന്. എപ്പോഴും ഇങ്ങനെ നിന്നെ ഒറ്റക്കാക്കി പോണേ. എല്ലാരും എനിക്ക് പറഞ്ഞോളൂ, വരട്ടെ ലൈവ്. സോ ഉറങ്ങിയിട്ടില്ല. OTT കണ്ടോളൂ എല്ലാവരും. നിങ്ങളുടെ നല്ല രസമുണ്ട്. കൊണ്ടുവന്നാക്കുന്ന OTT. അയ്യോ, ഇതാണ് ഞങ്ങളുടെ പെട്ടി. ഈ അസുലഭ നിമിഷത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളത് പോയി അടിച്ചു പൊളിച്ച് വരിക മക്കളെ. അതെ, ഞാൻ 2 ആഴ്ചയ്ക്ക് ശേഷം വരുന്നതായിരിക്കും. ഇത് കഴിഞ്ഞ റീയൂണിയൻ ഉണ്ട്. ഇവള് നാളെ വരും. ലിയ നാളെ വരും. ഓക്കെ, ഇനി സുമുഖക്ക് എന്താണ് പറയുന്നത്? ആർ യു എക്സൈറ്റഡ്? 2 വർഷത്തിന് ശേഷം സുമുഖ ഈസ് എക്സൈറ്റഡ്. അപ്പൊ നമ്മളിപ്പോ എവിടെ വരെ എത്തിയിരിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പ് വരെ എത്തിയിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾ ബാഗൊക്കെ എടുത്ത് പെട്ടിയൊക്കെ എടുത്ത് നമ്മൾ ബസ്സിൽ കയറി എയർപോർട്ടിലോട്ട് പോകും. ഇനി നമുക്ക് എയർപോർട്ടിൽ നിന്ന് കാണാം അല്ലേ? ആണ് ഞങ്ങളുടെ ശാന്ത സുന്ദര ഇവിടെ ഒരു ഫ്ലവർ ഷോപ്പൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ബസ് കയറുന്നത്. ഇവിടെ നമ്മുടെ 3DH ഞങ്ങള് ട്രെയിനിൽ കയറി ഗൈസ്. ഞങ്ങൾ ട്രെയിനിൽ കയറി.
മാറിപ്പോയി. നേരത്തെ ഞങ്ങൾ ഉദ്ദേശിച്ചത് കുട്ടി ഫെർവിയറ്റ് ഹൈറ്റാണ് guys. അതായത് ചെറുതായിട്ട് വിവരാണ്. അപ്പോൾ ഞങ്ങൾ ഇവരെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ ട്രെയിനിൽ ഓൾറെഡി കയറി നമ്മൾ ഡയറക്റ്റ് ഫ്രാങ്ക്ഫurt എന്താ പറയുക ഫ്രാങ്ക്ഫurt ഔപ്പാണ് വെച്ച് ഇവർക്ക് വേറെ വട്ട്, എല്ലാവർക്കും എനിക്ക് വേറെ, ജയിന് വേറെ. മൗനം ഭ്രാന്ത് അവിടെ പോവാണ്. ഞാൻ കായാണ് ഗൈസ്. കായ് പോവാണ് പോയിട്ട് വരും. എല്ലാം ശരിയായിക്കോളും. ഇവള് നീയാണ് ഗൈസ്. നീ ആരോ ഞാൻ ജെന്നി. ഇവൾ ജെന്നിയാണ്. എനിക്ക് പുതിയ പേര് കിട്ടിയിട്ട് അമ്പലാണ്ടില്ല എല്ലാരും വിളിക്കണത് ജെന്നി. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻസ് തരാം. 1 സുമുഖ, 2 വർണ്ണ, 3 വെടി. സുകുമ. ഇങ്ങനെ പോകുകയാണെങ്കിൽ വീഡിയോ കുറെ ആവുന്നത് അവളെ ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ എവിടെയാണ് സുമോ? നമ്മളിപ്പം ഫ്രാങ്ക്ഫurt എയർപോർട്ടിൽ ഗേറ്റ് നമ്പർ B44. അവരൊക്കെ അന്വേഷിക്കുന്നുണ്ട്, നമ്മളെല്ലാം എന്തായാലും. അപ്പോൾ ഞങ്ങളിപ്പം എയർ ഇന്ത്യയുടെ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് ഗേറ്റ് B44 ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം ഞങ്ങൾ എത്തിയത് മൊത്തം കിളികളായിട്ടാണ്. ഇനി എങ്ങനെ കിളിയാണോ പറവയാണോ എന്ന് നമുക്കറിയില്ല. ഞങ്ങൾ ഇതിനുശേഷം ബോർഡ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ ബോർഡ് ചെയ്തിട്ട് കാണാം. അതെ, ഇനി ഞങ്ങളെ പിന്നെ നമ്മൾ ഫ്ലൈറ്റ് കൂടെ ഇരിക്കുന്നത്. ഓക്കെ, ഞങ്ങളുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്, മരിയ ജെയിംസ്. ഓക്കെ, അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ജീവിതത്തിൽ കുറേ സംഭവങ്ങൾ സംഭവിച്ചു. അത് എല്ലാം എല്ലാവർക്കും ഞങ്ങൾ എന്തായി മരിയ ചിരിക്കുന്നു ഗൈസ്. ഓക്കെ, അത് ഞങ്ങൾ ക്ലിയറും ചെയ്ത് തരുന്നതായിരിക്കും. ആദ്യമായി ഞങ്ങളുടെ ക്യാബിൻ ബാഗേജ് ഞങ്ങളുടെ ചെക്ക് ഇൻ ബാഗേജിൻ്റെ കൂടെ കയറ്റി വിട്ട് തെറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങളെ അവിടെ 3G ഞങ്ങളവിടെ. എന്നിട്ട് ഞങ്ങൾ അവരവിടെ നിന്ന് വിളിപ്പിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ 200 യൂറോ ഫൈൻ തരണം. പിന്നെ ഞങ്ങൾ അവിടുത്തെ മലയാളി ചേച്ചിയുടെ കാല് വീണ് ആ മലയാളി ചേച്ചി അവിടുത്തെ സൂപ്പർവൈസറിനോട് കെഞ്ചി ഞങ്ങൾ രക്ഷപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ ഈ നിമിഷത്തിൽ സ്മരിക്കുന്നു. നന്ദി, വീണ്ടും നന്ദി. പക്ഷെ എയർ ഇന്ത്യ വളരെ മോശം, എയർ ഇന്ത്യ വെരി വെരി മോശം. അതിനുശേഷം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റ് ഡിലേഡ് എന്ന് പറഞ്ഞാലോ, 9:15 എടുക്കേണ്ട ഫ്ലൈറ്റിൽ 10:20 ആയപ്പോഴാണ് ആ ഫ്ലൈറ്റ് എടുത്തത്. അതും പോട്ടെ, അതും കഴിഞ്ഞ് ആ ഫ്ലൈറ്റിൽ കയറുന്നപ്പോൾ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് വാസ് ടെറിബിൾ, ഫുൾ ഫോൺ ടർബുലൻസ്, ബട്ട് സ്റ്റിൽ വി മാനേജ് ടു ലാൻഡ്. ഫുഡ് ഒരു നേരത്തെ ഫുഡ് ഞങ്ങൾ കഴിച്ചു. അത് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഡിന്നർ ചെയ്തു. കഴിക്കാൻ ഒരു സുഖം ഉണ്ടായിരുന്നില്ല, ആകെ ഛർദ്ദിക്കാനൊക്കെ വന്ന് ഒരുമാതിരി ഷിറ്റ് ഫീൽ ആയതുകൊണ്ട് നമ്മൾ കഴിച്ചില്ല ഗൈസ്. ഓക്കെ, അടുത്തതായി പറയാനുള്ളത്, ഫ്ലൈറ്റിൽ നിന്ന് വീഡിയോ എടുക്കാൻ ഞാൻ ഭയങ്കര ശരിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുത്തില്ല. ഇപ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. അതിനുശേഷം ഞങ്ങളുടെ ബാഗേജ് വന്നു. ഞങ്ങളുടെ ബാഗേജ് വന്നപ്പോൾ സുമുങ്ങയുടെ ബാഗ് കീറി. എയർ ഇന്ത്യയുടെ തെറ്റി. എന്നിട്ട് ഞങ്ങളത് ഇവിടെ പോയി അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു മെയിൽ അയക്കണം, അങ്ങനെ പരിപാടികളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതൊക്കെ ചെയ്തു. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ ഇനി ഡൊമസ്റ്റിക്കിൽ പോയി ചെക്ക് ഇൻ ചെയ്യണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ മൊത്തം പ്ലാൻസ്. പിന്നെ ദോശ കഴിക്കണം. ജീവിതമേ മൂഞ്ചി തുടങ്ങി, അതാണ്. അതെ, തുടക്കത്തിലെ നമ്മൾ 3G ആയതാണ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാഞ്ഞത്. പക്ഷെ നമ്മൾ ഇവിടെ എല്ലാം നമ്മൾ സ്ട്രോങ് ആയി നിൽക്കും അല്ലേ? അതെ, അതുകൊണ്ട് നമ്മളിപ്പോൾ എയർ ഇന്ത്യക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ട് സുംഗ എയർ ഇന്ത്യക്കെതിരെ മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഞങ്ങളുടെ പാക്കേജ് പൊട്ടിച്ചു. അതെ, നിങ്ങൾ ഞങ്ങളെ പാക്കേജ് പൊട്ടിച്ചു എന്നുള്ള പറഞ്ഞിട്ട് നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത്രേ ഉള്ളൂ പറയാൻ. ബൈ, ആൾക്കാർ നോക്കണു. വ്ളോഗിൽ പറ. ജെയിൻ ഫുള്ള് പുച്ചാട്ടോ.
ഞങ്ങൾ ദോശ തിന്നിക്കുകയാണ് ഗൈസ്. ചീസ് അടിക്കാണ്. യെസ്, നല്ല ചൂട്. എങ്ങനെയുണ്ട്? ഗുഡ്. ഇഷ്ടമായോ മരിയ? നല്ല മുരി മുരി മുരി. അതെ, അതുകൊണ്ട് കൊള്ളാം. ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ നമുക്ക് 3 ചട്നിയും 1 സാമ്പാറും 1 മസാലയും ഉണ്ട്. ഇത് പുതിയ ചട്നിയാണ്. ചമ്മന്തി തേങ്ങ തക്കാളിയാണോ അത്? അറിയില്ല. പിന്നെ കാണാം. പോകാണ് സുഹൃത്തുക്കളെ ഡൽഹിയിൽ നിന്ന്. നമ്മൾ കൊച്ചിയിലെത്തിയിട്ട് നമ്മൾ കാണാം. കൊച്ചിയിലെത്തിയിട്ട് കാണുന്നതായിരിക്കും. सीट पर लौट जाए और अपना सामान ऊपर बने सामान कक्ष में या सामने वाली सीट के नीचे रखें. സുമ 2 വർഷം കഴിഞ്ഞിട്ട് പോവുകയാണ് ഞങ്ങൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നതാണ് ഗൈസ്. ഞങ്ങളുടെ കൊച്ചി വിശേഷങ്ങൾ കാണാം. ഓക്കെ ഓക്കെ ബൈ.